കുറേ ആയി വന്നിട്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ്. സൗണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചില്ല സൗണ്ട്, അതുകൊണ്ട് ഈ വീഡിയോയിൽ സൗണ്ട് കുറച്ച് കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി ഗെയിംസ് കളിക്കാറുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് റോൾ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു ഗെയിം കളിക്കുക. ഞാൻ അതിൻ്റെ അകത്തുണ്ട് ആ ഗെയിം ഞാൻ കളിക്കാറുണ്ട്. ഞാൻ 1 വർഷം കളിച്ചു, പിന്നെ കളിച്ചിട്ടില്ല. റൈവൽസ് അതിൻ്റെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഞാൻ എപ്പിസോഡ് 2 യൂട്യൂബർ ടൈക്കൺ വെഹിക്കിൾസിൻ്റെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എപ്പിസോഡ് 3 ആണ് ഇതെന്താണ് കണ്ടത്. ഫേവറേറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പ്ലേ നോക്കി നമ്മൾ ഗെയിമിൽ കയറുക. വരുന്നുണ്ട് ഗെയിം. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, അതിങ്ങനെ ബ്ലേഡായിട്ടിരിക്കുന്നു. അതല്ല നമുക്കൊന്നും നോക്കണ്ടത്. ഇവിടെ സാധാരണ ഞാൻ കയറുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഓരോ സ്ഥലങ്ങളിൽ ചില സമയത്ത് മാറിക്കൊണ്ട് ഈ കസ്റ്റം റോബക്സ് കൊടുക്കണം. കസ്റ്റമായിട്ട് കിടക്കുന്നതൊക്കെ റോബക്സ് കൊടുക്കണം. നമ്മുടെ ഇതിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് കൂടുതലെല്ലാം ചെയ്തു വെച്ചത്. പൈസ കട്ടിയട്ടെ. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഗെയിം നിർത്തിയിട്ട് പോയപ്പോൾ. ആ അപ്ഗ്രേഡ്സ് ഒന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ കയറിയത് വരും ചാടിയ നീളുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർ ചെയ്തോളൂ. നമ്മൾ അങ്ങനെ അല്ല എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം. ഇപ്പോൾ റോൾ ബ്ലോക്സ് കളിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും റോൾ ബ്ലോക്സ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയ അതായത് നിങ്ങളുടെ റോൾ ബ്ലോക്സ് റോൾ ബ്ലോക്സ് അക്കൗണ്ട് ഒന്ന് ഇട്ടേക്കണം ഗൈസ്. എൻ്റെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നിങ്ങൾ റോൾ ബ്ലോക്സ് ഐഡി ഇട്ടാൽ മതി. ഞാനത് നോക്കിക്കോളാം. ഞാനെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാനാണ് ഗൈസ്. ഗൈസ് കളഞ്ഞ പൈസ പക്ഷേ ഡയമണ്ട് കിട്ടി. ഇനി നമുക്ക് റെഡ് ഡയമണ്ട് പോട്ടെ. അത് മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ ആയിരുന്നു ഒരുപാട് സംശയം. ഇവിടെ 1 2 3 4 5 5 ആൾക്കാരുണ്ട്. 5 പേര് തന്നെ ഗൈസ്. 5 പേരുണ്ട്. ഇനി നമുക്ക് 4th ഫ്ലോർ അപ്ഗ്രേഡ്സിലൊക്കെ കഴിഞ്ഞതാണ്. നോക്കട്ടെ അപ്ഗ്രേഡ്സ് എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്ഗ്രേഡ്സ് ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇവിടെ എല്ലാം കഴിഞ്ഞ്. ഇനി ഗൈസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നമുക്ക് 5th ഫ്ലോർ നോക്കാം. 5th ഫ്ലോർ നമുക്കൊന്ന് ചെയ്യാം ഗൈസ്. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞത് എപ്പിസോഡ് 4 വരെ കാണത്തുള്ളൂ ഗൈസ്. പക്ഷെ 4 അല്ല, ഈ ഗെയിമിലെ എല്ലാ അപ്ഗ്രേഡ്സും കഴിഞ്ഞാലേ ഇത് നമ്മുടെ എപ്പിസോഡ്സ് തീരത്തുള്ളൂ. ഇത് മൊത്തം നമുക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ നിർത്താം ഗൈസ്. പൈസ എല്ലാം പോയി. തട്ട് പോകാം ഗൈസ്. ഞാൻ പണിയാക്കി വെച്ചത് അത് കൊടുക്കണ്ടായിരുന്നു. എന്തായാലും റൂഫ് വെച്ച് അത് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ വരും. അവിടെ സാധനങ്ങളൊക്കെ വരും. ഏതാണ്ട് കളർ. ഗൈസ് നോക്കിപ്പോൾ 6th ഫ്ലോർ ഉണ്ട്. നിങ്ങൾ നോക്കും ഗൈസ്. ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ 6th ഫ്ലോർ വരെ ഉള്ളു ഗൈസ്. അതെനിക്കറിയാം.
ഗൈസ് ഇത് മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 7th ഫ്ലോർ ഉണ്ടോ ഗൈസ്? അറിയാം 7th ഫ്ലോർ കാണത്തില്ല, എന്തായാലും 6th ഫ്ലോർ വരെ ഉള്ളൂ. അപ്പോൾ എനിക്ക് 6th ഫ്ലോർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മേലൊരു സ്ക്വയർ പോലത്തെ സാധനം വരുമെന്ന് തോന്നുന്നു ഗൈസ്. ഇത്രക്കൊരു ന്യൂബ് വന്നിട്ടുണ്ട് ഗൈസ്. ഒരു ന്യൂബായിട്ടുള്ള ഗെയിമർ കയറി വന്നിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ. നമുക്ക് 5th ഫ്ലോർ മൊത്തം അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് ഗൈസ്. ഇപ്പം മില്യൺ ഒക്കെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാൻ റെഡിയല്ലേ? അത്ര ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു ഇതൊക്കെ ചെയ്ത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയില്ല ഗൈസ്. നോക്കണം ഗൈസ് ഏത് എപ്പിസോഡ് കൊണ്ട് നിർത്തും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് ഒന്നും ചോദിക്കാം. ജസ്റ്റ് സ്പീഡ് ലോടി പോകാം. ഈ അറിയാമല്ലോ ഗൈസ് നിങ്ങൾക്ക് എത്രാമത്തെ സെക്കൻഡ് ഫ്ലോറിലല്ലേ അപ്ഗ്രേഡ് അല്ല 3rd ഫ്ലോറിലാണ്. ഗൈസ് ഇനി നമുക്ക് 3rd ഫ്ലോറിൽ ഈ ഒരു 5 റെഡ് ഡയമണ്ട് ബട്ടൺ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ അതും കൂടി മേടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 5th ഫ്ലോറും 6th ഫ്ലോറും മാത്രം അപ്ഗ്രേഡേഷൻ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാമല്ലോ മറ്റേ സാധനം അത് നമുക്ക് എപ്പിസോഡ് വേണമെന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ എപ്പിസോഡ് കൊണ്ടുവരും. ഇപ്പം നിങ്ങൾ എപ്പിസോഡ് 1 കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് 1, എപ്പിസോഡ് 2, എപ്പിസോഡ് 3, എപ്പിസോഡ് 4 ഇതിപ്പോൾ എപ്പിസോഡ് 3 ആണ് ഗൈസ്. എപ്പിസോഡ് 4 വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് കുറേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് വന്നതാണ് വീഡിയോ ചെയ്യാൻ. നമ്മൾ വീഡിയോ ചെയ്യാതിരുന്ന ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം ഗൈസ്. അപ്പോൾ നമുക്കൊരു ചാനലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോസ് ഇടണം. അത് എഡിറ്റ് ചെയ്താലേ കാര്യമുള്ളൂ. വീഡിയോസ് എഡിറ്റ് ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ ഒന്നും എഡിഷനൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എഡിഷൻ ചെയ്താൽ വ്യൂസ് കൂടുതൽ കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഗൈസ് എനിക്ക് ലൈക്ക് കിട്ടുന്നില്ല ഗൈസ്. ഞാൻ ആരും ലൈക്ക് ചെയ്യുന്നില്ല. മാക്സിമം ലൈക്ക് ചെയ്യും ഗൈസ്. നിങ്ങളൊന്നും ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ഗൈസ്, പ്ലീസ് ലൈക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്ലീസ് ലൈക്ക് ഗൈസ്, പ്ലീസ് ലൈക്ക്. ഇത് മാത്രമേ പറയാനുള്ളൂ ഗൈസ് നിങ്ങളോട്. അതായത് മാറ്റിന് മാത്രം എനിക്ക് ചാടാൻ പറ്റത്തുള്ളൂ. സോഫയിൽ ചാടും, ചട്ടിയിൽ ചാടും, മറ്റൊരു ചാടി, ഇവിടെ ചാടി. ഈ ഫ്ലോർ ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് മാറ്റായിട്ടുള്ള ഫ്ലോർ ഒന്നും എനിക്കൊരു പ്രശ്നം ഇല്ല ഗൈസ്. എന്താണ് റീകണക്ട് എന്തോ പ്രശ്നം പറ്റി. യുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ ആൻഡ് ട്രൈ അഗെയിൻ. കോഡ് 277 ലീവ് അല്ലെങ്കിൽ റീകണക്ട് ഗൈസ്. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിഞ്ഞൂടാ. നോക്കട്ടെ ഗൈസ് എന്താണ് പ്രശ്നം. ഗൈസ് വരുന്നുണ്ട് കുഴപ്പമില്ല. സെറ്റായി വരുന്നുണ്ട് ഗൈസ്. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ സാധനം എനിക്ക് മനസ്സിലായില്ല. വൈഫൈ ഫോണാണ് ഗൈസ്. നേരത്തെ ഇത് ഓഫായി പോയെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞൂടാ. ഓഫായി പോയെന്ന് തോന്നുന്നു. അതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തു. ഗൈസ് ഇനി നമുക്ക് കുറച്ചും കൂടി എടുക്കട്ടെ. ഗൈസ് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെ അപ്ഗ്രേഡ്
അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നുന്നു. ഇത് പറ്റി ഗൈസ്. പറ്റി. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു ഗൈസ്. മണ്ടത്തരം തന്നെ ഞാൻ ഗൈസ്. അപ്ഗ്രേഡ് നമുക്ക് പിന്നെ ചെയ്യാം, അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. അത്രയും പൈസ ആയിട്ടില്ല. അപ്പോഴത്തേക്കും അടുത്ത എപ്പിസോഡിന് മുമ്പ് നമുക്ക് കുറച്ചധികം പൈസ ഉണ്ടാക്കാം ഗൈസ്. കുറച്ചധികം പൈസ ഉണ്ടാക്കട്ടെ. എന്നിട്ട് സ്റ്റേജ് വന്ന് കുറച്ചധികം ഒന്ന് പൈസ ഉണ്ടാക്കാം. ഓക്കെ, പൈസ സെറ്റാക്കി. ഗൈസ് നമുക്ക് നമ്മുടെ ആരും അൺലോക്ക് ചെയ്തിട്ടില്ല ഗൈസ്. നമുക്ക് വണ്ടി എടുക്കത്തില്ല. ഇതിട്ട് ആരെങ്കിലും അൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈ വണ്ടി എടുക്കണം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, അപ്പം എല്ലാ ആളുകളും വിചാരിക്കും നമ്മൾ പൂവറാണ്. ഇപ്പോഴും ന്യൂബാണ് വിചാരിക്കും. ഇപ്പോഴും നമ്മൾ ന്യൂബാണെന്ന് വിചാരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് വിചാരിക്കും, ഇതിനകത്തുള്ള ചിലത് വിചാരിക്കും നമ്മളിപ്പോഴും ഈ ഫസ്റ്റ് ഇതിൽ നിന്ന് തുടങ്ങിയതേ ഉള്ളെന്ന് വിചാരിക്കും ഗൈസ്. ഈ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ അതേ വിചാരിക്കത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കത്തുള്ളൂ. എന്താണ് ഇതൊക്കെ ഇട്ടേക്ക് എന്താ ദൈവമേ, ഇതിൻ്റെ രണ്ടല്ല ഗൈസ്. ഇവർക്കൊക്കെ അൺലോക്ക് ചെയ്തിട്ട് എന്താ പ്രശ്നം? അല്ല ഗൈസ്, നമ്മുടെ ലോക്ക് ചെയ്തിട്ടേക്കുക. അത് നമ്മൾ ആരെങ്കിലും ബേസിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അൺലോക്ക് ചെയ്ത്. ഇത് ഇവർക്കാർക്കും നമ്മൾ ബേസിലോട്ട് വരുമ്പോൾ എന്താ കാണുന്നില്ല ഗൈസ്. നമ്മൾ ബേസിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇപ്പം ഏതൊരു പ്ലെയർ ആണെങ്കിലും ഇതിനകത്ത് അൺലോക്ക് ചെയ്ത് കൊടുക്കേണ്ടതല്ല ഗൈസ്. നിങ്ങൾ പറയാം, അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ പാടുമ്പോൾ അൺലോക്ക് ചെയ്യാതെ കൊടുക്കുകയാണോ ചെയ്യേണ്ടത്, അതോ അൺലോക്ക് ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ പറയും ഗൈസ്. അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഗൈസ്. ഏതോ ഒരാൾ നമ്മളെ കൊല്ലാൻ വന്നു. ഓടട്ടെ. അയ്യോ ഗൈസ്, ഇതേ നമ്മളെ കൊല്ലാനായിട്ട് നടക്കുന്നു ഗൈസ്. ഒരു പെണ്ണ്. അതാരാന്ന് എനിക്ക് മനസ്സിലായി. ഈ വീട്ടിലുള്ള പെണ്ണ്. ഇതാ ഈ യൂട്യൂബർ. പറഞ്ഞു വിടണം. ആ പെണ്ണ് എന്നെ അടിക്കാൻ നടക്കുന്നു ഗൈസ്. ഞാൻ ഓടട്ടെ. അയ്യോ, നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആവട്ടെ. അയ്യോ, കൊല്ലാൻ നടക്കുമോ ഗൈസ്? ഇതിനകപ്പാടെ 65 MPH മീറ്റർ/ഹവർ ആണ് ഗൈസ്. km/h എന്നാണ് ഗൈസ് സത്യം പറഞ്ഞാൽ പറയുന്നത്. km/h അങ്ങനെയാണ് ഗൈസ് സത്യത്തിലും പറയുന്നത്. ഗൈസ്, ഇത് മിക്ക ടൈമും ഞാൻ ഗെയിമിൽ കയറുമ്പോൾ കാണിക്കുന്നൊരു സാധനമാണ്. അയ്യോ, കയറിയിട്ടില്ലേ ഞാൻ? ആർക്കറിയാം ഗൈസ്. അടുത്തോട്ട് പോകാൻ എളുപ്പമുണ്ട് ഗൈസ്. ഈ സാധനം നീക്കാൻ പറ്റുന്നതാണ് ഗൈസ്. അത് പക്ഷേ ആ സാധനം മാത്രമേ എനിക്ക് കാണത്തില്ല. ഞാൻ നീക്കിയ സാധനം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഗൈസ്. അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ സാംസങ്ങിൻ്റെ ഡിവൈസസ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതറിയാൻ പറ്റും. ഈ വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സാംസങ് യൂസേഴ്സിനാണെങ്കിൽ അത് മനസ്സിലാവും. കണ്ടാലാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ മനസ്സിലാവില്ല ഗൈസ്. പിന്നെ സാംസങ്ങിൻ്റെ ടാബിലാണെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വൈറ്റ് സാധനം. ഞാൻ ഇനി എപ്പോഴെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്.
ആ പെണ്ണിനെ കാണുന്നില്ല ഗൈസ്. അതെ ഇതേ അവിടെ കാളുണ്ടല്ലോ. ആ ഇരിച്ചു. അയ്യോ അത് ഈ വീടിൻ്റെ ഓണറായിരുന്നു ഗൈസ്. സോറി അറിയാതെ ഇരിച്ചു. അയ്യോ കേട്ടാ. ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ കമ്മ്യൂണിറ്റി പോയി നോക്കി നോക്കുക. ഈ വീഡിയോ വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ എൻ്റെ ഇത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ആ ലിങ്ക് കിട്ടും. പോസ്റ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സ് എടുക്കണം. പോസ്റ്റിൽ കമൻറ്റ് ബോക്സ് എടുക്കണം. എങ്കിൽ ഞങ്ങൾക്ക് കിട്ടും. പോസ്റ്റിൽ കമൻറ്റ് ബോക്സ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ്. പോസ്റ്റിൽ ഗൈസ് കമൻറ്റ് ബോക്സ് ഉണ്ട് ഗൈസ്. അവിടെ പോയി ഞാൻ പോസ്റ്റൊക്കെ ഇപ്പോൾ ഞാനിടുവാണെങ്കിൽ എൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് ഗൈസ്. അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ നോക്കി നോക്കുക ഗൈസ്. ഇത് തുറക്കാൻ പറ്റും. പക്ഷേ റോബക്സ് കൊടുക്കണം. റോബക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അൺലോക്ക് ചെയ്തേ. എന്താ ഒരു വഴി. വിൻഡോസ് എല്ലാം വെച്ചിട്ടു. സെക്കൻഡ് ഫ്ലോറിൽ വിൻഡോസ് വെച്ചിട്ടില്ലെങ്കിൽ ചാടി കയറായിരുന്നു. അയ്യോ അത് ഗെയിമിന്ന് ഇറങ്ങിപ്പോയി. ഗ്യാരേജിൽ ഇട്ടത് അതൊന്ന് ഇറങ്ങി ആണ് എനിക്ക് പറ്റിയത്. ഇതാണെങ്കിൽ ബേസിലൊന്ന് കയറി നോക്കാമായിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കായിരുന്നു. പക്ഷേ പോയി ഇവിടെ. അതാണ് പറ്റിപ്പോയത്. പിന്നെ ഈ വണ്ടി കൊണ്ട് വന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ ഈ ഒരു വണ്ടി മാത്രമേ എൻ്റെ കയ്യിലുള്ളതെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ ന്യൂബാന്ന് വിചാരിച്ച് കേട്ടില്ല. ഏതാണ്ടൊരുത്തം വന്നിട്ടുണ്ട്. അവൻ എൻ്റെ വീട്ടിൽ അവനെ കയറ്റാനാണോ അറിഞ്ഞൂടാ. എന്തോ ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഇറങ്ങാം. വണ്ടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ ഗൈസ് ചിലരുണ്ട് ഗെയിമിൽ റോബക്സ് ഉള്ളവർ. അവരൊക്കെയാണെങ്കിൽ റോബക്സൊക്കെ കൊടുത്ത് അൺലോക്ക് ആക്കും. ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ഗൈസ് പുറത്ത്. ഈ ഒരു ബോക്സ് ഇത് എനിക്ക് മാത്രം അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് വേറെ ആർക്കായാലും അൺലോക്ക് ചെയ്യാം. പുറത്തുനിന്ന് ഗൈസ് അത് ഒളിച്ചിരിക്കാം. ആരാന്ന് വെച്ചാൽ കേട്ടോ. ഒരു മിനിറ്റ് ഗൈസ്. ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടി. ഇത് 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 ഇൻവെൻട്രി ഗൈസ്. പിന്നെ എൻ്റെ ഒരു പണി ഞാൻ ഗെയിമിൽ കയറുന്നവനൊക്കെ ഫ്രണ്ട്സ് ആക്കട്ടെ. ഒരാൾ ഫ്രണ്ടായിട്ടുണ്ട്. അടുത്തൊരാൾ ഫ്രണ്ടായിട്ടുണ്ട്. അവനാണ് കുറച്ച് മുമ്പേ പുറത്ത് വന്ന് നിന്നത് ഗൈസ്. അവൻ ഫ്രണ്ടായി. JAY എന്ന് പറയുന്ന ഒരാൾ ഫ്രണ്ടായി. MT ഫ്രണ്ടായില്ല. അപ്പോൾ ഗൈസ് ഫസ്റ്റത്തെ ആൾ ഈ ഒരു നമ്മൾ നേരത്തെ കണ്ടില്ല. അവനും മാത്രമേ ഉള്ളൂ. ഗൈസ് ഇൻവെൻട്രി എവിടെയായിരുന്നു? ഓ ഗൈസ് മറന്നുപോയി. ഇവിടെയായിരുന്നു ഇൻവെൻറ്ററി. ഇവിടെ നമുക്ക് ഇൻവെൻറ്ററിയിൽ ഇതിടാം. ഇൻവെൻറ്ററിയിൽ വെച്ച് മറന്നുപോയി.
വരാൻ നമുക്ക് എന്താ പറയുന്നത് അതെടുത്ത് ഇങ്ങോട്ട് ഇടണം. ഈ ഭാഗം എടുത്തിട്ടോട്ടെ, ഞാൻ എടുത്ത് വെച്ചിട്ട് ഓക്കെ ഗൈസ്. എടുത്ത് ഒരു മറ്റേ ഈ സാധനം ഉണ്ടല്ലോ ഗൈസ്, ലൈറ്റിങ് വാള അങ്ങനെ ഏതാണ്ട് ലൈറ്റ് കത്തുന്ന പോലത്തെ വാളില്ലേ, അതെടുത്തിട്ടുണ്ട്. ഈ സാധനം എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ആവശ്യം വരും ഗൈസ്, നല്ലൊരു സാധനം ഗൈസ്. അത് എനിക്ക് പറഞ്ഞു തന്നെ അങ്ങനൊരു സാധനം അവിടെ അപ്ഗ്രേഡ് ചെയ്ത സാധ്യതയാണ് പറഞ്ഞു തന്നെ ഗൈസ്. പക്ഷേ ഞാനൊരു വീഡിയോയിൽ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ട് സാധ്യത പറയുന്നത്. അങ്ങനെ എനിക്കറിയാം. ഓ 66 അതൊക്കെ കാണാൻ ഗൈസ്. അത് പറ്റൂല, ഇത് പറ്റൂല, ഇതൊന്നും പറ്റുന്നില്ലല്ലോ. ആ ഗൈസ് അത് നമ്മൾ ചെയ്തു, അത് കൊടുത്ത്. ഇത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല. അതെ ഗൈസ്, ബൈ ബൈ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഓൾ ഇറ്റാലിയൻ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് സൂപ്പർ റോഡ് ബ്ലോക്സ് യൂട്യൂബർ ടൈക്കൺ എപ്പിസോഡ് ഗൈസ്. അപ്പോൾ ബൈ ബൈ.